ഞണ്ട് റോസ്റ്റ് ഇതുവരെ ചെയ്ത് നോക്കാത്തവർക്കുള്ളതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ വലിയ 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണേ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത്, ഒരുപാട് വഴറ്റണ്ട, ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിലേക്ക് ഉപ്പും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും പിന്നെ വലിയ ജീരകം പൊടിച്ചതില്ലേ അതും കൂടെ ഇട്ട് 2 സ്പൂണ് കാശ്മീരി മുളക് ഇട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് വഴറ്റി പേസ്റ്റ് പോലെ ഈ മസാലനാക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിലേക്ക് പിന്നെ കഴുകി വാര വെച്ച് ഞണ്ട് കുട്ടന്മാരങ്ങ് ഇട്ട് കൊടുക്കണേ. ഫ്ലെയിം വലുതാക്കി തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഞണ്ടിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളി കറി വരാൻ തുടങ്ങി. അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ആ സമയത്ത് ഈ മസാലയൊക്കെ ഞണ്ടുമ്പോൾ ഇങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റുള്ള അടിപൊളി റോസ്റ്റായിട്ട് കിട്ടുമേ. ചോറിൻ്റെ കൂടെ ഒക്കെ അസാധ്യ കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനും ഭയങ്കര രസമാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയവരാണെങ്കിൽ എസ് എന്ന് കമൻറ്റ് ചെയ്യണേ. ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ആ കറിയിലത്തെ വെള്ളമൊക്കെ വറ്റി ആ മസാലയൊക്കെ ശരിക്കും ഞണ്ടുമ്പോൾ നല്ലോണം അങ്ങോട്ട് പരണ്ട് പിടിച്ച് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങി. ആ സമയത്താട്ടോ നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. ആ ഒരു ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിന് മുമ്പേ മക്കൾ കഴിക്കാൻ തുടങ്ങി.